അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിന്റെ ഹൃദയത്തിന് എത്ര ഭാരമുണ്ട്. ഭൂമിയിലെ ധാന്യമണികളിൽ മയങ്ങി ആകാശത്തിന്റെ വിശാലത മറന്നുപോയ ഒരു കുളക്കോഴിയുടെ കഥയിലൂടെയാണ് ഈ കുറിപ്പ് ആരംഭിക്കുന്നത്. സമൃദ്ധിയിൽ കൊഴുത്തുതടിച്ച ആ പക്ഷിക്ക് ഒടുവിൽ ചിറകുകൾ ഉണ്ടായിട്ടും പറക്കാനാവാതെ വരികയും ഒരു വേട്ടനായയുടെ ഇരയാകേണ്ടി വരികയും ചെയ്തു. നമ്മുടെ ജീവിതവും ഇതുപോലെയാണെന്ന് ലേഖകൻ ഓർമ്മിപ്പിക്കുന്നു. ഹൃദയത്തിന്റെ ലാഘവം. ജീവിതയാത്രയുടെ സൗന്ദര്യം തോളിലെ ഭാണ്ഡത്തിന്റെ കനത്തിലല്ല, മറിച്ച് ഹൃദയത്തിന്റെ ലാഘവത്തിലാണ്. കൊടുമുടി കയറുന്നവൻ ഭാരം കുറയ്ക്കുന്നതുപോലെ ലക്ഷ്യബോധമുള്ളവർ അമിത ഭാരങ്ങൾ ഒഴിവാക്കുന്നു. സമ്പാദ്യവും ജീവിതവും. ജീവിക്കാൻ വേണ്ടി സമ്പാദിക്കുമ്പോൾ അത് അമൃത് പോലെയാണ്. എന്നാൽ സമ്പാദിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ ജീവിതം ഒരു വിട്ടുമാറാത്ത രോഗമായി മാറുന്നു. ആസക്തി എന്ന അർബുദം. സമ്പത്തിനോടുള്ള അമിതമായ ആസക്തി ആത്മാവിനെ കാർന്നു തിന്നുന്ന രോഗമാണ്. ഭൗതികമായ അലങ്കാരങ്ങൾ വെറും നിഴലുകൾ മാത്രമാണെന്ന് ഒരു വിശ്വാസി തിരിച്ചറിയണം. സുലൈമാൻ നബി ആസ നൽകുന്ന പാഠം. അധികാരവും പ്രതാപവും കൺമുന്നിലുണ്ടായിരുന്നിട്ടും ഇത് എന്റെ രക്ഷിതാവ് എന്നെ പരീക്ഷിക്കുന്നതാണ് എന്നാണ് സുലൈമാൻ നബി പറഞ്ഞത്. ലഭിച്ച സൗകര്യങ്ങൾ നന്ദിയോടെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന പരീക്ഷണമാണത്. സന്ദേശം. അത്യാഗ്രഹത്തിന്റെ കൊഴുപ്പിൽ നിന്നും അമിത സമ്പാദ്യത്തിന്റെ ഭാരത്തിൽ നിന്നും മുക്തമായി ഒരു പക്ഷിയെപ്പോലെ ലാഘവത്തോടെ റബ്ബിലേക്ക് പറന്നുയരാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒഴുകുന്ന നീർച്ചാലുകളായി മാറട്ടെ നമ്മുടെ ജീവിതം. ഒരു ചെറിയ പ്രാർത്ഥന, പ്രയർ. പടച്ചവനെ, ഭൂമിയിലെ അമിതമായ മോഹങ്ങളാകുന്ന ഭാരം കൊണ്ട് എന്റെ ചിറകുകൾ തളർത്തരുതേ. ഈ വിശുദ്ധ മാസത്തിൽ എന്റെ ഹൃദയത്തിലെ അനാവശ്യ ഭാരങ്ങളെല്ലാം ഇറക്കിവെച്ച് നിന്റെ കാരുണ്യത്തിന്റെ ആകാശത്തേക്ക് ഒരു പക്ഷിയെപ്പോലെ ലാഘവത്തോടെ പറന്നുയരാൻ എന്നെ സഹായിക്കണമേ. നീ നൽകിയ അനുഗ്രഹങ്ങൾ അഹങ്കാരത്തിനല്ല, മറിച്ച് മറ്റുള്ളവരിലേക്ക് ഒഴുകുന്ന നീർച്ചാലുകളാക്കാൻ എനിക്ക് തൗഫീക്ക് നൽകണമേ. ആമീൻ. റമദാൻ ചിന്തകൾ. റമദാൻ റിഫ്ലക്ഷൻസ്. ഈ കുറിപ്പിന്റെ വെളിച്ചത്തിൽ നമുക്ക് സ്വയം ചോദിക്കാവുന്ന ചില കാര്യങ്ങൾ. 1. ഭാരം കുറയ്ക്കൽ. നോമ്പ് എന്നത് വെറും പട്ടിണിയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ അത്യാഗ്രഹം, അസൂയ, അമിത ഭൗതിക ഭ്രമം എന്നിവയെ ഉപേക്ഷിക്കൽ കൂടിയാണ്. എന്റെ ഹൃദയത്തിൽ ഇന്ന് ആർക്കെങ്കിലും എന്തിനെങ്കിലുമെതിരെ ഭാരമുണ്ടോ? 2. അമാനത്ത്. വിശ്വസ്തത. നമ്മുടെ കയ്യിലുള്ള സമ്പത്തും ആരോഗ്യവും പദവികളും അള്ളാഹു തന്ന പരീക്ഷണങ്ങളാണ്. സുലൈമാൻ നബി അക്കയിൽ പറഞ്ഞതുപോലെ ഞാൻ നന്ദിയുള്ളവനാകുമോ എന്ന് നാം ഓരോ നിമിഷവും ചിന്തിക്കണം. 3. നന്ദിയുള്ള ഹൃദയം. കിട്ടാത്തതിനെ ഓർത്ത് സങ്കടപ്പെടുന്നതിനേക്കാൾ ഉള്ളതിനെ ഓർത്ത് നന്ദി പറയുന്നവന്റെ മനസ്സ് എപ്പോഴും ശാന്തമായ പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കും.